ഹലോ പ്രിയപ്പെട്ട 8ാം ക്ലാസ്സുകാരെ, നമ്മൾ പരീക്ഷ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് 1 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ അങ്ങോട്ട് നോക്കാം അല്ലേ. അപ്പോൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ചൂസ് ദ കറക്റ്റ് ഫിഗർ ഫ്രം ദ ഫോളോയിങ്. അതായത് ഇവിടെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള ചിത്രം ഏതാണ് എന്നാണ് ചോദിച്ചത്. സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് മക്കളെ. ഇതിൽ ശരിയായ ചിത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് ശരിയായ ചിത്രം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമ്മൾ ഇന്നത്തെ ലൈവിൽ പറയും, ഇന്നും നാളെ രാവിലെയും. അപ്പൊ എല്ലാവരും ലൈവിൽ വേണേ. യെസ്. രണ്ടാമത്തെ ചോദ്യം: ലൂബ്രിക്കൻസ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് എ സോളിഡ് ലൂബ്രിക്കന്റ്. മലയാളം നോക്കാം. അതായത് ഇതാണ്: ഘർഷണം കുറയ്ക്കുന്നതിന് സ്നേഹകങ്ങൾ ഉപയോഗിക്കുന്നു. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകത്തിന്റെ പേര് എഴുതാനാ പറഞ്ഞ്. മക്കളെ, ഖരാവസ്ഥയിലുള്ള സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു സ്നേഹകം അല്ലെങ്കിൽ ലൂബ്രിക്കന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ്. യെസ്. അടുത്ത ചോദ്യം നോക്കാം: The ability of a substance to pass magnetic field lines through them is called dash. അതായത് കാന്തിക ബലരേഖകളെ ഉള്ളിലേക്ക് കടത്തിവിടാനുള്ള വസ്തുക്കളുടെ കഴിവിനെ ഡാഷ് എന്ന് പറയുന്നു. ആ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് മക്കളെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആൻസർ ഇവിടെ സാറ് കൊടുത്തിട്ടുണ്ടോ? ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർമിയബിലിറ്റി എന്നാണ് വിളിക്കുക. പെർമിയബിലിറ്റി. സെറ്റ് അല്ലേ? യെസ്. അടുത്ത ചോദ്യം. ഇറ്റ് ഈസ് പോസിബിൾ ടു ഡ്രിങ്ക് ജ്യൂസ് യൂസിങ് എ സ്ട്രോ ബിക്കോസ് ഓഫ്. അതായത് സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കാൻ സാധിക്കുന്നത് ഡാഷ് കാരണമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദമുള്ളത് കൊണ്ടാണ്. ഓക്കെ. അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻ്റെയും ആൻസർ സാറതാ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏതെന്ന് കണ്ടെത്തുക. ഏതൊക്കെ തന്നത്? കാന്തിക ബലം, ഘർഷണ ബലം, ഗുരുത്വാകർഷണ ബലം, അതുപോലെ സ്ഥിതവൈദ്യുത ബലം. നോക്കുക ഓപ്ഷൻസ്: മാഗ്നറ്റിക് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇതിൽ ഏതാണ് കോണ്ടാക്ട് ഫോഴ്സ് അല്ലെങ്കിൽ ഇതിൽ ഏതാണ് സമ്പർക്ക ബലം എന്നാണ് ചോദിച്ചത്. ഏതാണെന്ന് നിങ്ങൾക്കറിയാം, വളരെ എളുപ്പത്തിൽ അറിയാം. ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് അല്ലെങ്കിൽ ഘർഷണ ബലമാണ് എന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ. അടുത്ത ചോദ്യം: ഐഡന്റിഫൈ ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെ. ത്വരണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ സാന്ദ്രതയുടെ യൂണിറ്റ് എന്താണ് അല്ലെ? ഇത് ത്വരണത്തിന്റെ യൂണിറ്റാ, ആക്സിലറേഷന്റെ യൂണിറ്റാ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ് സാന്ദ്രതയുടെ യൂണിറ്റ്? നിങ്ങൾക്കറിയാം, കിലോഗ്രാം പെർ എന്താണ് മീറ്റർ ക്യൂബ് ആണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അടുത്തൊരു ചോദ്യം: What is the focal length of a spherical mirror of radius of curvature 24 centimeter? ചോദ്യം ഇതാണ്: 24 സെന്റിമീറ്റർ വക്രത ആരമുള്ള ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? മക്കളെ, ഫോക്കസ് ദൂരം എത്ര എന്ന് കാണാൻ നിങ്ങൾക്ക് അറിയാം. എങ്ങനെ കാണുക? റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്കറിയാം. എത്രയാണ് തന്നത്? എത്ര അവിടെ തന്നത് നോക്കിയതാ? 24 സെന്റിമീറ്റർ ആണ് അല്ലെ. റേഡിയസ് ഓഫ് കർവേച്ചർ അറിയാം. അപ്പൊ ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റേഡിയസ് ഓഫ് കർവേച്ചറെ ബൈ 2 ചെയ്താൽ മതി. വക്രത ആരത്തിന് 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ 24/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 12 കിട്ടും. 12 സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം എന്ന് നമുക്ക് എന്ത് ചെയ്ത് കിട്ടി. ഓക്കെ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഇനിയും കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അത് നമുക്ക് പറയാം. ഓക്കെ. അതാണ് ഇന്നത്തെ ലൈവും നാളത്തെ ലൈവും. സെറ്റ് ആണല്ലോ? യെസ്. അപ്പൊ ഈ 3 എണ്ണത്തിന്റെ ആൻസർ സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, സെറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. Which of these materials will not be attracted by a magnet? അതായത് ചോദ്യം ഇതാണ്: തന്നിരിക്കുന്നവയിൽ കാന്തത്താൽ ആകർഷിക്കപ്പെടാത്ത പദാർത്ഥം ഏത്? ഏതൊക്കെ പദാർത്ഥം തന്നത്? നിക്കല്, ഇരുമ്പ്, ചെമ്പ്, കൊബാൾട്ട്. ഓക്കെ. ഏതൊക്കെ തന്നത്? നിക്കല്, അയൺ, കോപ്പർ, കൊബാൾട്ട്. ഇതിൽ നമ്മളെ ഏത് മെറ്റീരിയലാണ് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാത്ത, ആകർഷിക്കാത്ത എന്നാ ചോദിച്ച്? ഒരു സംശയവും വേണ്ട. ആരാണ്? നമ്മുടെ കോപ്പർ ചേട്ടനാണ്. കോപ്പർ ചേട്ടൻ അല്ലെങ്കിൽ ആരാണ്? നമ്മുടെ ചെമ്പാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് മിറേഴ്സ്? അതായത് താഴെ കൊടുത്തിരിക്കുന്ന ദർപ്പണങ്ങളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചത്. നോക്കാം എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. അതായത് എന്താ പറയുന്നത്? ഒരു ഗോളീയ ദർപ്പണത്തിലെ വക്രത ആരം അതിന്റെ ഫോക്കസ് ദൂരത്തിന്റെ പകുതിയായിരിക്കും. ആണോ? വക്രത ആരം എന്ന് പറഞ്ഞാൽ ഫോക്കസ് ദൂരത്തിന്റെ പകുതിയാണോ? അല്ല, നേരെ തിരിച്ചാ. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ അല്ലെ.
യെസ്, അടുത്തെന്ന് പറഞ്ഞാൽ ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് മിറർ ഈസ് ഓൾവേസ് വിർച്വൽ അല്ലെ. അതായത് കോൺവെക്സ് ദർപ്പണങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രതിബിംബങ്ങൾ എല്ലായ്പ്പോഴും മിഥ്യയായിരിക്കും. അത് ശരിയാ. ഇനി അടുത്തോട് ശരിയാണോ നോക്കാലോ അല്ലെ. The light rays parallel to principal axis of a convex mirror converges to its principal focus after reflection. അതായത് കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കേന്ദ്രീകരിക്കുന്നു. കോൺവെക്സ് മിററിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? കോൺവെക്സ് ദർപ്പണത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഒരിക്കലും സംഭവിക്കുന്നില്ല. അത് കോൺകേവിലാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ എന്താണ്? തെറ്റാണ്. അപ്പൊ ശരി എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ? ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ രണ്ടാമത്തെ ആളാണ്. ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് എന്ത്? ശരി. ഓക്കെ, സെറ്റാണല്ലോ. അടുത്ത ചോദ്യം. Find the angle of reflection if a ray of light incident on a concave mirror at the pole making an angle 40 degree to the principal axis. നോക്കാം. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ പോളിലേക്ക് മുഖ്യ അക്ഷവുമായി 40 ഡിഗ്രി കോണളവിൽ ഒരു പ്രകാശരശ്മി പതിക്കുന്നു എങ്കിൽ പ്രതിപതന കോൺ എത്രയായിരിക്കും? ഇവിടെ തന്നിട്ടുണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പതന കോണ് 40 ഡിഗ്രിയാ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഥവാ പതന കോണ് 40 ഡിഗ്രിയാ. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അഥവാ പ്രതിപതന കോണ് എത്ര തന്നെയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾ റിഫ്ലക്ഷനിലെ ലോസ് പഠിച്ചിട്ടുണ്ട്, പ്രതിപതനായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് പഠിക്കാന്ന്, പേടിക്കല്ലേ. യെസ്, അപ്പൊ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് എത്ര ഡിഗ്രി ആയിരിക്കും മക്കളെ? 40 ഡിഗ്രി തന്നെയായിരിക്കും അല്ലെ. യെസ്, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ യൂണിറ്റ് ഓഫ് ത്രസ്റ്റ്? എന്താ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? താഴെ തന്നിരിക്കുന്നവയിൽ വ്യാപക മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ്? എന്താണ് ത്രസ്റ്റിന്റെ വ്യാപക മർദ്ദത്തിന്റെ യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂട്ടൺ ആണ് മക്കളെ. ആരാണ്? ന്യൂട്ടൺ ആണ്. ആ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. വ്യാപക മർദ്ദത്തിന്റെ യൂണിറ്റ് ഓഫ് ത്രസ്റ്റ് ന്യൂട്ടൺ. സാർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നോക്കട്ടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡാഷ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫറിക് പ്രഷർ. അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരെന്താ? ബാരോമീറ്റർ അല്ലെ. ബാരോമീറ്റർ നിങ്ങൾ അറിയുന്ന കാര്യമാണ്. രണ്ടാമത്തെ ചോദ്യം. The end of a freely suspended bar magnet pointing towards north direction is the dash of the magnet. മലയാളം. സ്വതന്ത്രമായി തൂക്കിയിടുന്ന കാന്തത്തിന്റെ വടക്കോട്ട് ചൂണ്ടി നിൽക്കുന്ന അഗ്രം കാന്തത്തിന്റെ ഡാഷ് ധ്രുവമാണ്. ഏതാണ്? ഉത്തര ധ്രുവമാണ്. അല്ലെങ്കിൽ എന്താണ് മക്കളെ? നമ്മുടെ നോർത്ത് പോളാണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മാഗ്നറ്റിസം ഇന്ന് പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം. പഠിച്ചിട്ടേ എക്സാമിന് പോകാൻ പാടുള്ളൂ. സെറ്റാണല്ലോ. നമുക്ക് ലൈവ് ഇന്ന് പൊളിക്കണം. അടുത്ത ചോദ്യം. Which of the following is to be the position of the object before a concave mirror for getting the image having the same size as the of the object? അല്ലെങ്കിൽ മലയാളമുണ്ട്. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ ഏതു സ്ഥാനത്ത് ഒരു വസ്തു വെക്കുമ്പോഴാണ് വസ്തുവിന്റെ അതേ വലിപ്പമുള്ള പ്രതിബിംബം ലഭിക്കാന്ന്? ഒരു കോൺകേവ് മിററിൽ ഒരു കോൺകേവ് ദർപ്പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു കോൺകേവ് മിറർ അഥവാ കോൺകേവ് ദർപ്പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എവിടെ വസ്തുവിനെ വെച്ചാലാണ്, എവിടെ ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാലാണ് അതേ വലിപ്പമുള്ള വസ്തുവിന്റെ ഒബ്ജക്റ്റിന്റെ അതേ വലിപ്പമുള്ള ഇമേജ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ ഒബ്ജക്റ്റിനെ വെക്കണം, വസ്തുവിനെ വെക്കണം എന്ന ചോദ്യം. അറിയുന്ന കാര്യമാണ്. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തുവിനെ സീൽ വെക്കുമ്പോഴാണ് അതേ വലിപ്പമുള്ള ഇമേജ് അഥവാ പ്രതിബിംബം സീൽ തന്നെ കിട്ടുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലെ. എന്നാലും കുറെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. കൺഫ്യൂഷൻസ് തീർക്കാനാണ് സാറ് 2-3 തവണയാണ് നിങ്ങളോട് പറയുന്നത്. ഇന്ന് ലൈവിലേക്ക് എല്ലാവരോടും ഇങ്ങോട്ട് പോരി. നിങ്ങൾ മാത്രം വന്നാൽ പോരാ, നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ലൈവിലേക്ക് എത്തുക. ലൈവിൽ നമുക്ക് ഇതിന്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ബൈ, ലൈവ് കാണാം.